ശ്രീ വസന്ത് ഇവിടെ സൂചിപ്പിക്കുന്ന, അതായത് KPCC അധ്യക്ഷൻ പറയുന്നത് ധാർമ്മികമായി CPIM-ന് അവകാശമില്ല രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ എന്നുള്ളതാണ്. അതായത് ഈ CPIM-ന്റെ അതേ ധാർമ്മികത തന്നെയാണോ ഈ കോൺഗ്രസിനും ഉള്ളത് എന്നാണോ അദ്ദേഹം പറയുന്നത്? അല്ല, നോക്കൂ ശ്രീ അഭിലാഷ്, ഞങ്ങൾക്ക് ധാർമ്മികതയുള്ളത് കൊണ്ടാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയുടെ ഒന്നിച്ചുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ധാർമ്മികതയുടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനം രാജിവെച്ചത്. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചു, ഈ MLA സ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിക്ക് പോലും നേരിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി MLA സ്ഥാനത്തിന് മറ്റൊരു പ്രശ്നമുണ്ട്. MLA സ്ഥാനത്തിന്റെ പ്രശ്നം അത് റിട്രീവബിൾ അല്ല. ഇപ്പൊ മന്ത്രിയാണ്, ഒരു ക്യാബിനറ്റ് മന്ത്രിയാണെങ്കിൽ അയാൾ, നമുക്കറിയാമല്ലോ, CPM-ന്റെ തന്നെ ഒന്നാം പിണറായി ഗവൺമെന്റിൽ ഒരു മാധ്യമ പ്രവർത്തകയോട് അസഭ്യം പറഞ്ഞതിന്റെ പേരിൽ പുറത്തു പോവുകയും പിന്നീട് രാജിവെച്ച് പുറത്തു പോവുകയും 6 മാസം കഴിഞ്ഞപ്പോൾ ആ ചാനൽ തന്നെ ഇല്ലായ്മ ചെയ്ത്, CPM നേതൃത്വം കൊടുത്ത് ആ ചാനലിനെ തന്നെ ഇല്ലായ്മ ചെയ്ത് ലാസ്റ്റ് അതേ മന്ത്രി തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. അത് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? അത് മുഖ്യമന്ത്രി സ്വന്തം ക്യാബിനറ്റിൽ നിന്ന് ഒരാളെ പുറത്താക്കി അയാളെ തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും. എന്നാൽ MLA-മാർക്കോ MP-മാർക്കോ തങ്ങൾ അഗ്നിപരീക്ഷയിലൂടെ കടന്നുപോയാലും മടങ്ങി വരിക എന്ന് പറയുന്നത് പോസിബിളായ ഒരു സാധ്യമല്ല. അവർ അഗ്നിപരീക്ഷ വിജയിച്ച് തിരിച്ചു വന്നാലും MLA സ്ഥാനം തിരികെ കിട്ടില്ല, മന്ത്രിസ്ഥാനം അങ്ങനെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിന്റെ തെളിവ് പിണറായി ഗവൺമെന്റിന്റെ തന്നെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം വളരെ കൃത്യമായി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു FIR ഇടാത്ത കേസാണ്. FIR ഇട്ട് അന്വേഷണം നടത്തി കോടതിയുടെ മുമ്പിൽ ചാർജ് ഷീറ്റ് കൊടുത്ത കേസിൽ പ്രതിയാണ് ആര്? ശ്രീ എം മുകേഷ് ഫോണിലൂടെ നടിയെ വിളിച്ചു. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഈ സൈബർ ഇടത്തിൽ നിരവധി മുഖങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. അതിൽ നിരവധിയായ ആളുകളുണ്ട്, ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒക്കെ ആളുകൾ മാറി മാറി വരുന്ന സാഹചര്യമുണ്ട്. അതാണ് എൻ്റെ ചോദ്യം. ഈ കാലഘട്ടത്തിലും CPIM മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികതയെ ഞങ്ങൾക്കുള്ളൂ എന്നതാണോ കോൺഗ്രസിന്റെ അടിസ്ഥാന നയം എന്നുള്ളതാണ് ചോദ്യം. അല്ലല്ലോ, കാരണം CPM മുമ്പോട്ട് വെച്ച ധാർമ്മികത എന്താണ്? CPM ധാർമ്മികത മുമ്പോട്ട് വെച്ചിട്ടില്ല. എം മുകേഷിനെതിരെ ആരോപണം വരുന്നു, FIR ഇടുന്നു, ചാർജ് ഷീറ്റ് കൊടുക്കുന്നു. അല്ല, താങ്കൾ പറഞ്ഞല്ലോ, നേരത്തെ താങ്കൾ പറഞ്ഞത് ഒരു മന്ത്രിയുടെ കാര്യമാണ്, മംഗളം ചാനലിന്റെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മന്ത്രിക്ക് പുറത്തു പോകേണ്ടി വന്നുവെങ്കിൽ അത് ആ കാലഘട്ടത്തിൽ എടുത്ത നിലപാടാണ്. ആ മന്ത്രി 6 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു, ചാനൽ പൂട്ടിപ്പോയെന്നേ ഉള്ളൂ. ചാനലിനെ പൂട്ടി. അല്ല, അത് തന്നെയാണോ ഇനിയിപ്പോൾ ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്? 6 മാസത്തേക്കാണോ ഈ സംഘടനാ തലത്തിലുള്ള മാറ്റി നിർത്തൽ? അത് കഴിയുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അമരത്തേക്ക് വീണ്ടും രാഹുലിനെ പ്രതിഷ്ഠിക്കാനാണോ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്? ഒരിക്കലും ഉണ്ടാവില്ല ശ്രീ അഭിലാഷ്. ഞാൻ ഈ മംഗളം ചാനൽ പൂട്ടിപ്പോയ കഥ പറഞ്ഞ് ഇനിയിപ്പോ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിൽ നിന്ന് കുറെ പേര് ലെഫ്റ്റ് ആയി അഡ്മിനുകളാക്കാൻ ഞാൻ താല്പര്യപ്പെടില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമുള്ള ഒരു ഭയവുമില്ല. യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നത് പോലെ കട്ടപ്പയും ബാഹുബലിയൊന്നും ഞങ്ങളുടെ മാധ്യമ ഗ്രൂപ്പിൽ വന്നാൽ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. അല്ല വരുമോന്ന് നമുക്ക് അത് ധൈര്യമായി വസന്ത് ധൈര്യമായി പറഞ്ഞോളൂ. വസന്ത് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തം. ശ്രീ അഭിലാഷ്, ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ശേഷം ആരും പരാതി കൊടുത്തിട്ടില്ല, പേപ്പർ കടലാസിൽ പോലും പരാതിയില്ല. എന്നാൽ ഒരു പൊതുപ്രവർത്തകനെതിരെ സ്വാഭാവികമായും പബ്ലിക് സ്പേസിൽ നിൽക്കുന്ന ഒരാൾ അനുവർത്തിച്ചു വരേണ്ടതായിട്ടുള്ള ഒരു സാമൂഹ്യ മര്യാദയുണ്ട്. ആ മര്യാദയ്ക്ക് കളങ്കമേക്കുന്ന രീതിയിൽ ചില ആരോപണങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. നേരത്തെ ശ്രീ വസന്ത്, താങ്കൾ തന്നെ എത്രയോ ടെലിവിഷൻ ചർച്ചകളിൽ നിരന്തരമായി പങ്കെടുക്കുന്ന ആളാണ്. നമുക്കറിയാമല്ലോ, ഈ ഇടതുപക്ഷത്തെ പല നേതാക്കൾക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഉൾപ്പെടെ ഈ ചർച്ചകളിലൊക്കെ അതിന് അതിരൂക്ഷമായി വിമർശിക്കുന്നത് അവരുടെ തെറ്റുകൾ അന്വേഷിക്കാൻ അവർക്ക് സമിതിയുണ്ടാകുന്നു, അവിടെ പാർട്ടി കോടതി ഉണ്ടാകുന്നു, ആ കോടതി അന്വേഷിച്ച് കണ്ടെത്തി ശിക്ഷിക്കുന്നു. ഇതാണോ നയം എന്ന് എത്രയോ ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഇവിടെയും താങ്കൾ അത് തന്നെയാണ് പറയുന്നത്. അതായത് CPIM എങ്ങനെയാണോ പാർട്ടിയുടെ കോടതി പ്രവർത്തിക്കുന്നത്, അവിടെ എങ്ങനെയാണോ തീവ്രതയുടെ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുന്നത്, അങ്ങനെ ഒരു സംവിധാനമാണോ കോൺഗ്രസിനും ഉള്ളത് എന്നതാണ് എൻ്റെ സംശയം.
അല്ലല്ലോ KP, അതിലൊരു പ്രശ്നമുണ്ട്. CPM ആദ്യം നടപടി സ്വീകരിച്ചിട്ടല്ല ഈ തീവ്രത അളക്കൽ കമ്മീഷനെ വെക്കുന്നത്. തീവ്രത അളക്കൽ കമ്മീഷൻ പോയിട്ട് പറയും ഇതിൽ തീവ്രത കുറവാണ് എന്ന് പറയും. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, മുകേഷിനെ ന്യായീകരിച്ചത് നിങ്ങൾ ഈ നേരത്തെ അത് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഏതെങ്കിലും PCC ഭാരവാഹിയോ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ പോലെ DYFIയുടെയോ CPMന്റെയോ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളല്ല. മുകേഷിനെ ന്യായീകരിക്കാൻ അന്ന് മുന്നിട്ടിറങ്ങിയത് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന ഈ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും സംരക്ഷണം കൊടുത്തോളാമെന്ന് വാക്കാൽ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്ത P സതീദേവിയാണ്. മറന്നുപോയോ? വനിതാ കമ്മീഷന്റെ അധ്യക്ഷ നേരിട്ട് ഡോക്ടർ പി സതീദേവി നേരിട്ട് മുകേഷിനെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. ഞങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അത് അഭിലാഷ് പറയുന്നതിന് മുമ്പ് ഇടപെട്ടുകൊണ്ടാണ്. ഞങ്ങളുടെ കാര്യത്തിലെ വ്യത്യാസം എന്താ? ഇതാ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ആ ആരോപണത്തിൽ പരാതിയില്ല, FIR ഇല്ല, അന്വേഷണമില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ആ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആരോപണമെന്നാണോ താങ്കൾ പറയുന്നത്? താങ്കളുടെ പാർട്ടി നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചിട്ടില്ലേ? അതിനെ ആരോപണം എന്ന് പറയാൻ പറ്റുമോ? പാർട്ടിക്ക് പരാതി ലഭിക്കുമ്പോൾ അതൊരു ആരോപണമാണോ? ഇല്ലല്ലോ. നോക്കൂ, അൺലെസ് ഇറ്റ് ഈസ് പ്രൂവൺ. എന്താണ് ആരോപണം? എന്നും ആരോപണമാണ്. അത് എനിക്കെതിരാണെങ്കിലും KPക്കെതിരാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. നോക്കൂ, ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനൊന്നുമല്ല ഞാനിവിടെ ഇരിക്കുക. പാർട്ടിയുടെ ഔദ്യോഗിക സ്റ്റാൻഡ് ഇതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനോട്, ഞങ്ങളുടെ മെമ്പറിനോട് ആവശ്യപ്പെടാൻ പറ്റുന്നത് എന്താണ്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റുന്നത് ഔദ്യോഗികമായ പാർട്ടി സ്ഥാനം അന്വേഷണം കഴിഞ്ഞ് അത് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയത് പാലക്കാട്? ആരാണ് M മുകേഷിനെ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി? എന്റെ ചോദ്യം, താങ്കൾ വീണ്ടും ആരാണ് CPM എന്ത് ചെയ്തു, CPM ചെയ്തു എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്നേ, അത് പറയേണ്ടി വരും. പറഞ്ഞോളൂ. പക്ഷെ അപ്പോൾ പിന്നെ ധാർമ്മികത എന്നതിലൊന്നും വ്യത്യാസമില്ല. ഞങ്ങൾ CPMകാരെ പോലെ തന്നെ എന്ന് താങ്കൾക്ക് പറയേണ്ടി വരും. അല്ലല്ലോ ശ്രീ KP അഭിലാഷ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരു പ്രശ്നമുണ്ട്. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു വേർഷൻ പറഞ്ഞു. അതായത് ഇതിൽ ചിലത് ഫാബ്രിക്കേറ്റഡ് ആവാം, ചിലത് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സംശയമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ രണ്ട് സൈഡുമുണ്ട്, ഒരു സൈഡ് മാത്രമല്ല, രണ്ട് സൈഡുമുണ്ട്. ആ രണ്ട് തൽക്കാലം അത് മാറ്റിവെക്കൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാനങ്ങനെ പറഞ്ഞില്ല. അത് രാഹുലിന്റെ വാദമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹമാണ് പ്രൂവ് ചെയ്യേണ്ടത്. നാളെ നിങ്ങൾ അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശരി, ചിലത് ഫാബ്രിക്കേറ്റഡ് ആയിക്കൊള്ളട്ടെ, പക്ഷെ മറ്റൊരു ചിലത് അവിടെ നിൽക്കുന്നുണ്ട്. അത് അങ്ങേയറ്റം ഗൗരവതരമല്ലേ ശ്രീ വസന്ത്? അല്ല, ഞാൻ ചിലത് എന്നല്ല പറഞ്ഞത്, തെളിവുകൾ എന്നാണ് പറഞ്ഞത്. ചില തെളിവുകൾ എന്ന് പറഞ്ഞു വരുന്ന വോയിസ് ക്ലിപ്പുകൾ മറ്റതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതും അന്വേഷിക്കട്ടെ. എല്ലാം അന്വേഷണത്തിന്റെ പരിധി ശരിയാണ്. താങ്കൾ പറഞ്ഞെടുത്ത് നിലനിൽക്കും. താങ്കൾ സാങ്കേതികമായി പറയുന്നു, അതായത് കോൺഗ്രസിന് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാനാകില്ല എന്നൊക്കെ. അതൊക്കെ ഇത് ചർച്ച കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. ആരാണ് ഒരാളെ മത്സരിപ്പിക്കുന്നത്, ആരാണ് അയാൾക്ക് വേണ്ടി ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാൾ ജനപ്രതിനിധിയാകുന്നത്, ആരാണ് അയാളെ പിൻവലിക്കേണ്ടത്. പക്ഷെ ഇപ്പോഴും താങ്കൾ ഈ പറയുന്നത് പോലെ രേഖാമൂലം ഒരു പരാതിയില്ല എന്ന് പറയുമ്പോഴും ഇത്ര വലിയ ഇമേജിന് ഇത്രയും വലിയ കോട്ടമുണ്ടാക്കിയ ഒരു സാഹചര്യം, അതായത് ഈ കോൺഗ്രസിന്റെ മുഖമായി മാറുന്ന അവിടുത്തെ സൈബർ ഇടത്തിലെ പോരാളിയായിട്ടുള്ള തീപ്പൊരി നേതാവിന്റെ ഇമേജിന് ഇത്രയും കോട്ടം സംഭവിച്ചപ്പോഴും ആ നേതാവും ഒരു പരാതിയും ആർക്കെതിരെയും നൽകിയിട്ടില്ല ശ്രീ വസന്ത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ തന്നെ ഇന്നലെ ഏറിയത് രാഹുലിനെതിരായ ഒരു പരാതിയിൽ BJP ജില്ലാ പ്രസിഡന്റിന് 6 മാസം മുമ്പേ പരാതി കൊടുത്തെന്നാണ് പറഞ്ഞത്. അപ്പം രാഹുലിന് വേണ്ടി BJP ജില്ലാ പ്രസിഡന്റ് പരാതി പൂഴ്ത്തി വെച്ചോ? അപ്പൊ അതുകൂടി അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് ആ പരാതി ഇത്രയും കാലം BJP പ്രവർത്തകർ ഞങ്ങളുടെ ടെലിവിഷൻ ചാനലിൽ അടക്കം വന്ന് ട്രാൻസ്ജെൻഡർ വുമൺ അടക്കം സംസാരിച്ചല്ലോ. ട്രാൻസ്ജെൻഡർ വുമൺ അടക്കം നേരിട്ടല്ലേ സംസാരിച്ചത്? അവർക്ക് മുഖം പോലും മറക്കേണ്ടതില്ല, എന്റെ മുഖം മറക്കേണ്ടതില്ല എന്ന് അവർ തന്നെ പറഞ്ഞു. അങ്ങനെയുള്ളവർക്കെതിരെ പോലും ഇത്ര വലിയ നാണക്കേടുണ്ടാക്കി, ഈ പറയുന്നത് പോലെ ഫാബ്രിക്കേറ്റഡ് ആയ തെളിവുകൾ ഉണ്ടാക്കി നാണം കെടുത്തിയിട്ട് ഒരു പരാതി പോലും കൊടുക്കാൻ MLAക്ക് സാധിക്കുന്നില്ല എന്നാണോ പറയുന്നത് ശ്രീ വസന്ത്? അല്ല,
അല്ല അഭിലാഷ് ആരുടെയും മുഖം മറക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ വിഷയത്തിലൊന്നല്ല, ഏത് വിഷയത്തിൽ. ഇപ്പൊ നാളെ എനിക്കെതിരെയോ അഭിലാഷിനെതിരെയോ ആർക്കെതിരെയാണെങ്കിലും ഒരാൾക്ക് കൃത്യമായ എവിഡൻസിന്റെ പുറത്ത് അവരുടെ മനസാക്ഷിയുടെ മുമ്പിൽ ശരിയാണ് എന്ന് തോന്നുന്ന ഒരു ആരോപണമുണ്ടെങ്കിൽ അത് സ്ത്രീ ആണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവൻ മുഖം മറയ്ക്കാതെ വന്ന് ആർജവത്തോടുകൂടി പറയണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ വിഷയത്തിലെ എല്ലാ പരാതിക്കാരെയും കോൺഗ്രസ് പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ നമുക്ക് രാഹുൽ പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ സംശയം. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. പരാതി കൊടുക്കണം. ഒന്ന്, അദ്ദേഹത്തിനെതിരെ പരാതിയില്ല. പരാതി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമാണ് ശ്രീ വസന്ത്, താങ്കൾ ചില വിഷയത്തിലൊക്കെ, അതായത് രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണോ താങ്കൾ കാണുന്നത്? താങ്കൾ പ്രസ്ഥാനത്തിനുണ്ടാക്കിയ കോട്ടമില്ലേ? താങ്കളുടെ പ്രസ്ഥാനത്തിന് ഇത് വലിയ ക്ഷീണമുണ്ടാക്കിയില്ലേ? അതുകൊണ്ടല്ലേ യൂത്ത് കോൺഗ്രസിന്റെ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് താങ്കൾ പറയുന്നു. ഉണ്ടെന്നേ അതങ്ങ് പരിഹരിക്കല് എത്ര എളുപ്പമാണ്. ഈ തിരിച്ചൊരു പരാതി ചെന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അല്ലല്ലോ, അത് പരിഹരിച്ചില്ലല്ലോ, അത് പരിഹരിച്ച് തീർത്തില്ലല്ലോ കോൺഗ്രസ്. ഞങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഇതാ തീവ്രത 32.8 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇത് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഞങ്ങൾ ആദ്യം ഈ വിഷയത്തിൽ എടുത്ത ആദ്യത്തെ നടപടി, പ്രാരംഭ നടപടി, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുക, ഏത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. അതിനുശേഷം അദ്ദേഹത്തിനെതിരായി പരാതികൾ ഉണ്ടെങ്കിൽ പരാതികൾ വന്നതുമായി ഒക്കെ ബന്ധപ്പെട്ട് ഈ പാർട്ടിക്കുള്ളിൽ പഠനം നടത്താൻ, അല്ലാതെ ഞങ്ങൾ മറ്റേ വനിതാ കമ്മീഷന്റെ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടിയല്ല, പാർട്ടിക്കുള്ളിൽ പഠനം നടത്താൻ വേണ്ടി ഞങ്ങൾ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പഠിക്കും, അതിനനുസൃതമായ നടപടികൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തെ ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ ഏതാണ് പൂർണ്ണ തോതിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പിണറായിയുടെ പോലീസില്ലേ, അവർ കേസെടുക്കട്ടെ, കേസെടുത്ത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് ശിക്ഷിക്കട്ടെ. യാതൊരു തരത്തിലുള്ള സഹായവും ഒരു ആരോപണ വിധേയനും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവില്ല.